അല്ല ഇങ്ങനെ ധൃതി വെക്കാതെ കാര്യം പറ, കേൾക്കുന്നില്ല ശരിക്ക്. എന്നാ അവിടെ ഒച്ചപ്പാട്? തോമസ് അല്ലേ, എനിക്ക് മനസ്സിലായി. എങ്ങനെയുണ്ട് ബ്ലേഡ് കമ്പനിയൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടോ? അതെയോ? ഓ, ഓഡിറ്റോറിയം കത്തിക്കൊണ്ടിരിക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് വന്നോന്നല്ലേ? എന്നെ പട്ടി വരും വെച്ചു പോയിക്കണപ്പോൾ നിന്നോട് 2000 രൂപ കടഞ്ഞു വെച്ചിട്ടിരിക്കുന്നോ? ഞാൻ അങ്ങോട്ട് പരിശീലല്ലേ നിന്റെ ഒരു കൊള്ളാമല്ലോ. വരാം. നിന്നോടല്ലടാ വരാന്ന് പറഞ്ഞ, ഞാൻ വേറെ ആളോട് പറഞ്ഞ വെച്ചു പോണാ. ഒരു ഓഡിറ്റോറിയം 10 പൈസ തരികയല്ല. അവരെ കത്തിക്കൊണ്ടിരുന്നപ്പോ അവരാവശ്യം വന്നപ്പോഴത്തേക്കും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? നമ്മളിപ്പോ പൈസ ഇച്ചിരി പൈസ എന്തെങ്കിലും കടോ എന്തെങ്കിലും ചോദിക്കണോ ഇങ്ങനത്തുള്ള ആൾക്കാരെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവരല്ലേ തരണ്ടേ? അവരെ തരണ്ടേ? പിന്നെ അവരെ തരണ്ടേ? ഇതിനല്ലോ ഒരു ഇച്ചിരി തരാൻ. അല്ല, എന്റെ പൈസ ഞാൻ എന്റെ വീട്ടുകാർക്ക് കൊടുക്കണം. മനസ്സിലായല്ലോ സാർ. ഞാൻ ഡേഞ്ചറസ് ടി വി എന്ന് വരുന്നതാണ്. എങ്ങനെ ഡേഞ്ചറസ് ടി വി? ആയിക്കോട്ടെ. എന്റെ പേര് ഷിബു. കത്തുണ്ട്, ടി വി കത്തിക്കൊണ്ടിരിക്കുക. സാറിന്റെ സാർ ഇമോഷണൽ ആകണ്ട. ഞാനൊരു അഭിമുഖം എടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ സാറിനോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. സാറിന് അതിന് വ്യക്തമായിട്ടുള്ള മറുപടി എനിക്ക് തരണം. അതെ, ഒരു അഭിമുഖം എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ പൊന്നെ, ഞാൻ ഇപ്പൊ ഓഫീസിൽ പോകാനായിട്ട് ഡ്രസ് ഇട്ടോണ്ടിരിക്കുവല്ലായിരുന്നു. സാർ ഈ തൊപ്പിയും ബെൽറ്റും വരെ വെച്ചാൽ വേണേ ഇട്ടും. ഇല്ല, അതൊന്നും വേണ്ട സാർ. ഈ ഡ്രസ് മതി. നാച്ചുറൽ ചോദിക്കണം. അവിടെ വല്ലവരും കത്ത് പിടിച്ചിട്ടുണ്ട്. ഇല്ല സാർ. വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടില് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വീട്ടില് ഞാനുണ്ട്, പിന്നെ എന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അത്രയും. ഭാര്യയും മക്കളുണ്ട്. ഒരു കുട്ടിയും 2 ഭാര്യയും ഞാനും. എല്ലാം പിടിക്കല്ലേ അവര്? അതെ. അല്ല, അത് തെറ്റിപ്പോയല്ലോ. ഇല്ല സാർ, അത് ഡ്രിം ചെയ്യും, നമ്മൾ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യും. ഞാൻ ഒന്ന് ചോദിച്ചു. ഓക്കെ സാർ, സാറിന്റെ വീട്ടിൽ ആരൊക്കെയാണ്? എന്റെ വീട്ടില് ഇതുപോലെ തന്നെ ഞാനും ഉണ്ട്, 2 ഭാര്യ, ഒരു കുട്ടി. ശരി. അയ്യോ, അതും തെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെ തെറ്റിപ്പോണേ. ഞാനൊന്നുകൂടെ ചോദിക്കാം, അവര് കട്ട് ചെയ്തോളും. ആയിക്കോട്ടെ കേട്ടോ. അറിയാം. സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് ഞാനും ഉണ്ട്, എന്റെ 2 ഭാര്യമാരും ഉണ്ട്, ഒരു കൊച്ചും ഉണ്ട്. 2 കുട്ടികൾ. സാറേ, എത്ര വർഷമായി ഈ രംഗത്ത് നിലനിൽക്കാൻ തുടങ്ങി? ഈ ഫയർഫോഴ്സ് രംഗത്ത് എത്ര വർഷമായി? ഞാനൊരു 55-60 കൊല്ലം. 60 കൊല്ലം. അത് ശരി. സാറിന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 47 കഴിഞ്ഞു. 47 കഴിഞ്ഞു. 47 കഴിഞ്ഞു. അത് ശരി. 60 വർഷത്തെ പരിചയം അല്ലേ? അത്രയ്ക്ക് പരിചയം. അതെ. എന്നീ പിന്നെ എന്തൊരു നീട്ട് വന്നേനാ അത്. പിന്നെ എനിക്ക് വർഷത്തിന്റെ ഇത്രയും വർഷത്തെ കുറച്ച് വർഷമായിരുന്നെങ്കിൽ പിന്നെ എന്ന് പറയാതെ കൂടുതൽ വർഷമായിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ. സാറേ, 1997 മാധ്യമങ്ങൾ സാറിനെ പൊക്കി വിവരിച്ചെഴുതിയൊരു സംഭവമുണ്ട്. എങ്ങനെ പൊക്കി എന്ന് പറഞ്ഞാൽ സാറിന്റെ സംഭവം ബൂസ്റ്റ് ചെയ്ത്, ആ ഫയർഫോഴ്സ് രംഗത്ത് സാറിനെ കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരാളിനെ അത്രമാത്രം ബൂസ്റ്റ് ചെയ്ത ഒരു ന്യൂസ് വന്നത്. അങ്ങനെ ഒരു ന്യൂസ് വന്നത് പറഞ്ഞു കൊടുത്തായിരുന്നു. അതെ, സാർ പറഞ്ഞു കൊടുത്തല്ല, അത് ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് സംഭവം എടുത്തതാണ്. അങ്ങനെയാണോ? അതായത് ഒരു കുട്ടിയെ രക്ഷിച്ച സംഭവം. വെള്ളത്തിൽ വീണ ഒരു കുട്ടീനെ സാർ അതിസാഹസികമായിട്ട് രക്ഷിക്കുകയുണ്ടായി. സാർ അതെങ്ങനെയാണ് ആ കുട്ടീനെ എങ്ങനെയാണ് വെള്ളത്തിൽ വീണാനിടയായതും സാർ ആ കുട്ടിയെ രക്ഷിക്കാൻ ഇടയായതും എങ്ങനെയാണ്? ഇടയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതി കൊണ്ടു തരുമല്ലോ. അതെ, അതാണ് ആ പേപ്പറിൽ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ട്രോഫി അല്ലേ? ഒളിഞ്ഞു പോയിക്കോണം. അതെ. ആ കുട്ടി എങ്ങനെയാണ് സാർ ആ വെള്ളത്തിൽ വീണത്? വെള്ളത്തിൽ വീണത് എങ്ങനെയാണ്? അതെ, ആ കുട്ടി വെള്ളത്തിൽ വീണു. എന്നിട്ട് അതെന്നാ ചോദ്യം ചോദിക്കണേ? കൊച്ചു വെള്ളത്തിൽ ചാടി എങ്ങനെയാന്ന് എനിക്കറിയാം. ഞാൻ ഓഫീസിലിരിക്കണ എന്നോട് വന്നിട്ട് കൊച്ചു വെള്ളത്തിൽ ചാടി എങ്ങനെയാന്ന് ചോദിച്ചാൽ എങ്ങനെ അതെങ്ങനെ ചെന്ന് ചാടി? ആ കൊച്ചിന് ഒരാവശ്യമില്ല, അവിടെ നിന്ന് കളിക്കേണ്ട ആവശ്യമുള്ളൂ. മനുഷ്യനെ ചുറ്റിക്കാൻ വേണ്ടിട്ട് ചെന്ന് വെള്ളത്തിൽ ചാടുക. ആ കൊച്ചി ഞാൻ ചെന്ന് നോക്കുമ്പോ കുറെ ആൾക്കാരും ഒക്കെ കുളത്തിന്റെ വെള്ളത്തിൽ കിടക്കുന്നു. ഒരു 8-9 ആള്, ഒരു 10 ആള് വെള്ളമുണ്ട്. എന്റെ അളവ് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 ആള് വെള്ളം വരും. 10 ആള് വെള്ളം. ഈ വെള്ളത്തിൽ സാർ അതിസാഹസികമായിട്ട് ഇത്രയും ആൾക്കാർ ചുറ്റി നിൽക്കുമ്പോ സാർ അതിസാഹസികമായിട്ട് രക്ഷിക്കാനിടയായത് എങ്ങനെയാണ്? അങ്ങനെ രക്ഷിക്കാനിടയായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇങ്ങനെ ആലോചിക്കുന്ന കുഴപ്പമില്ലോ. അതിനെന്താ സാറിന്റെ വീട്ടില് ഈ സ്റ്റൂളിൽ ഇഷ്ടം പോലെ ഇരിക്കാമല്ലോ, ഇങ്ങനെ വെക്കും ഇടയ്ക്ക്. അതെയല്ല. അപ്പൊ ആ കൊച്ചിങ്ങനെ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ മറിയുന്ന സമയത്ത് ഒരു 100-500 ജനം ഇങ്ങനെ വന്ന് ചുറ്റും ഇങ്ങനെ നിന്ന് നോക്കി വയ്ക്കും. അതെ, ഞാനും ഇതുപോലെ ചെന്ന് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ കൊച്ചു വെള്ളം കുടിച്ചോണ്ടിരിക്കണം. ആരും ഭയക്കുന്ന ആ കുളത്തിലേക്ക് സാർ അതിസാഹസികമായിട്ട് ഈ ചാടാനുണ്ടായ സംഭവം എങ്ങനെയാണെന്ന് അതൊന്നും അല്ല എനിക്ക്. പിന്നെ കൊച്ചിനെ എടുത്ത് കയറി ധീരതയ്ക്ക് ഉള്ള അവാർഡും കൊണ്ട് തന്നു, അതൊക്കെ ശരിയാ. അതെ. പക്ഷെ ഇപ്പോഴും എനിക്ക് അറിയാൻ പാടാത്ത രസം, എല്ലാവരും നോക്കി കണ്ടോണ്ട് നിന്ന പോലെ ഞാനും ഇടയ്ക്കും എല്ലാവരും തട്ടി മാറ്റി ചെന്ന് നോക്കിയേ ശരിയാ. നോക്കി. പക്ഷെ അതിനകത്ത് ഏത് നാറിയാ എന്നെ പിടിച്ച് തള്ളിയിട്ടെന്നാ ഇപ്പോഴും എനിക്കറിയാൻ പാടാത്ത. ശരി സാറ് അങ്ങനെയോ ആ കൊച്ചിന്റെ കുഞ്ചിക്ക് പിടുത്തം കിട്ടി, ഞാൻ കയറി പോന്നു. ഞാൻ കിടന്ന് ഞാൻ ഉണ്ടായിരുന്നേ. അപ്പൊ കണ്ടായിരുന്നെങ്കിൽ ഞാൻ കത്തിച്ചു കളഞ്ഞ. എന്തായാലും അത് രാഷ്ട്രപതിയുടെ വലിയൊരു കിരീടം മേടിക്കാനിടയായി ഭാഗ്യം ഉണ്ടായിരുന്നു സാർ. കിരീടം ഒന്നും അല്ല, ഇത്രയും പതയോ പതക്കെ
പതക്കോ ഒരു സാധനം സാറേ റിബണെ കെട്ടി തന്ന് ഇവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു പിള്ളേരെ കണ്ടെടുത്തോട്ട്. ശരി സാറേ, നമുക്ക് ഈ പോലീസിൽ ഇപ്പൊ ആളെ എടുക്കുമ്പോ തന്നെ നമുക്കൊരു 3-4 വർഷത്തെ ട്രെയിനിങ് ഉണ്ടല്ലോ. ഞാൻ എന്നാവണം? അല്ല ഞാൻ ചോദിക്കുന്നത് പോലീസുകാരെ കാര്യം കൂടെ മുണ്ടി പോലും. അല്ല ഞാൻ ഇതുപോലെ നമ്മളൊരു തൊഴിലിന് പോയി കഴിയുമ്പോഴത്തേക്കും ഉത്തരവാദിത്തമില്ലാതെ. അല്ല അതുപോലത്തെ ഒരു ഫയർഫോഴ്സും പോലീസും എന്നൊക്കെ പറഞ്ഞാൽ ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ സാർ. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല, ഞങ്ങളുടെ വേറെ ഡിപ്പാർട്ട്മെന്റ് പോലീസ് വേറെ. സാർ ഞാൻ അതല്ലേ ചോദിക്കുന്നത്. സാറിന് ഈ ഫയർഫോഴ്സിൽ എത്ര വർഷം നമ്മൾ അതിന്റെ പീരീഡ് ഉണ്ടല്ലോ, ഇത്ര വർഷം ട്രെയിനിങ് പീരീഡ് ഉണ്ടല്ലോ, അത് സാറിന് എത്ര വർഷമാണ് സാറിന്റെ ട്രെയിനിങ് പീരീഡ്? ഒരു ട്രെയിനിങ് ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ. ഏത് ട്രെയിനിങ് ഇല്ലാത്ത ഒരു ഇത് ഫയർഫോഴ്സ് ഉള്ളൂ. ട്രെയിനിങ് ഇല്ല, ഒരു ട്രെയിനിങ് ഇല്ല. പോലീസിന് വേണ്ട ഒരു 4 മാസം 4 കൊല്ലോ നോക്കാം. അവിടെ ചെന്ന് കിടന്ന് വെടിവെക്കോ കയറക്കാറ്റോ മല. അല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു 50 നില കെട്ടിടത്തിന്റെ മുകളിൽ പെട്ടെന്ന് തീ പിടിച്ചു കഴിഞ്ഞാല് അതിസാഹസികമായിട്ട് അതിന് മേളിൽ കയറി ആ തീ അണയ്ക്കണമെങ്കിൽ അത് ട്രെയിനിങ് ഇല്ലാതെ. അല്ല ട്രെയിനിങ് അതല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു സ്ഥലത്ത് കുറച്ച് തീ കത്തി കഴിയുമ്പോ എന്റെ മാന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആ തീ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ തീ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം സംഘടിപ്പിച്ച് വെള്ളം തീ അണയ്ക്കാൻ ചെയ്യും. അത് ഞാനാണെങ്കിലും ചെയ്യും. ഒരു നഴ്സറി പഠിക്കുന്ന കൊച്ചാണെങ്കിൽ തീ കണ്ടു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ മണൽ വാരിയിടും. അതിന് മാത്രമേ ട്രെയിനിങ്ങിന്റെ ആവശ്യം. ഇതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കണ കഥയല്ലേ ഇത് സാറേ? ഒരാവശ്യമില്ല, ഒരു കാര്യമില്ലാത്ത കാര്യം അത്. ചുമ്മാ അങ്ങോട്ട് ചെല്ല, അവിടെ ചെന്ന് കയറുക. ഫയർഫോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇത് എടുത്തു തരും. ഇതെടുത്തിട്ടുണ്ട് നമ്മുടെ പണി വെച്ചാൽ മതി. ഈ സേഫ്റ്റി ഷൂസ് ഒക്കെ ഇടുന്നതിന്റെ ഒക്കെ എണ്ണത്തിനിടണ. ഇതിപ്പോ എപ്പോഴും തീ കത്തുമ്പോഴല്ലേ വിളിച്ചു പറയണത് തീ കത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഷൂ ഇട്ടോണ്ട് അണയ്ക്കാൻ പോകും. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചു. ഷൂ ഇടണമെന്നും വല്ല നിർബന്ധമില്ല, ഒരു ആവശ്യമില്ല. സാർ ഈ 50 നില കെട്ടിടത്തിന്റെ മുകളിൽ ഇപ്പോൾ തീ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാറിന്റെ ഒക്കെ ഈ ഫയർഫോഴ്സിന്റെ വണ്ടി ഉണ്ടല്ലോ, ലോറി. ഈ ലോറി വന്നിട്ട് നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഈ 50 നില കെട്ടിടത്തിന്റെ മേലെ ഏറ്റവും ടോപ്പിലാണ് തീ പിടിക്കുന്നത് കരുതി. അപ്പൊ അങ്ങനെ ഒരു 50 നില കെട്ടിടത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അത് നമ്മൾ എങ്ങനെയാണ് അത് 50 നില കെട്ടിടത്തിന് തീ പിടിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്റെ വൈഫിന്റെ അനിയത്തിയുടെ ഒരു കൊച്ചുണ്ട്, അവനെ വിളിച്ചോണ്ട് വരും. അല്ല, അവൻ ഈ 50 നില കെട്ടിടത്തിന് തീ പിടിക്കണ കണ്ടിട്ടില്ല. ആദ്യം അതുകൊണ്ടാ കാണിച്ചു, അവന്റെ ആഗ്രഹം സാധിച്ചോട്ടെ. കത്തട ആദ്യം പോട്ടെ, നമുക്ക് സാറേ. നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ തീ പിടിച്ചല്ലോ. തീ പിടിച്ചായിരുന്നോ? സാറൊരു അഭിമുഖത്തിൽ പറയുണ്ടായല്ലോ, വേൾഡ് ട്രേഡ് സെന്ററിന് തീ പിടിച്ച സമയത്ത് സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ തീ അണച്ചാനെ എന്ന് ഒരു അഭിമുഖത്തിൽ സാർ പറഞ്ഞു. ആരോ എഴുതി കുറിച്ചോണ്ടൊക്കെ പറയണോ? അല്ല, എല്ലാ ചാനലുകളും അത് കാണിച്ചതാണ്. എല്ലാ ചാനലുകളും ആ പ്രോഗ്രാം കാണിച്ചിരുന്നതാണ്. സാറ് ഇത് കണ്ടോണ്ടിരുന്നപ്പോ സാറ് പറഞ്ഞു, സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അതിന് തീ പിടിക്കില്ലായിരുന്നു, ആ തീ അണയ്ക്കാമായിരുന്നു എന്ന് സാർ പറഞ്ഞു. അതെ 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 അതെ. സാർ എന്താണ് അതിന്റെ സൂത്രവാക്യം? ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കഴിയുന്ന പോലെ അണച്ചാനെ എന്ന് സാറ് പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടാവണ്ടേ? അതെ, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാക്കാറുണ്ട് സാറ്. പക്ഷെ ഉണ്ടാവണം. അമേരിക്കയിൽ പക്ഷെ ഉണ്ടായിരുന്നില്ല. അമേരിക്കയിൽ ഉണ്ടായില്ല. വേൾഡ് ട്രേഡ് സെന്ററിന്റെ അവിടെ ഉണ്ടായില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്നു. അതാ ഉദ്ദേശിച്ചത്. ഉണ്ടായിരുന്ന പോലെ ആയാലേ. അതെന്താ അങ്ങനെ ഉണ്ടാകാൻ പറ്റിയില്ലോ? ഉണ്ടാകാൻ പറ്റാത്ത ഇതില്ല. അതൊന്നും വേണ്ട, അത് തൂത്ത ഭാഷയാണ്. ശരി, ആദ്യം പറഞ്ഞിട്ട് അത് എനിക്ക് ധൃതിയുണ്ട്, പെട്ടെന്ന് ചോദിക്കാൻ. ഈ ഫയർഫോഴ്സിന്റെ വണ്ടിയുടെ പിന്നില് രണ്ടുപേരും ഇങ്ങനെ തൂങ്ങി പിടിച്ചു പോകുന്ന കാണാൻ.